എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഒന്നൊരു ചർച്ചയിൽ ഒരു സത്യസന്ധത വേണം. ദേവസ്വം ബോർഡിന്റെ ഡിവിഷൻ ബെഞ്ച് അല്ലെങ്കിൽ അവിടുത്തെ ദേവസ്വം ബെഞ്ച് എന്ന് പറയുന്ന മാറി മാറി വരുന്ന ബെഞ്ചല്ല. അത് കോൺഗ്രസിന്റെ പ്രകൃതി പച്ച കള്ളം പറഞ്ഞു. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തു. ആ രണ്ട് ജഡ്ജിമാരുടെ പേര് എനിക്കറിയാം. പേര് പറയാത്തത് ഇനി വെത് പറഞ്ഞ ജഡ്ജിയുടെ പേര് വേറൊരു പേരാണ്. ആ പേര് പറഞ്ഞുള്ള അപകടം എന്താണ്? ഇവര് വർഗീയത പറയും. ഈ ജഡ്ജിയുടെ പേര് ഇതുമായിട്ട് വല്ല ബന്ധം? എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. ആവൽ തന്നെ വന്നിരുന്ന ഓരോ ഉപദേശങ്ങൾ. എന്തൊരു വർഗീയവാദികളാണ് കോൺഗ്രസ്. താൻ വന്ന വഴി ഏതാണ്ട് തടിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? എന്തൊരു വൃത്തികെട്ട വർഗീയതയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്? ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് SITയുടെ മേൽനോട്ടം. ഇന്ന് ജാമ്യഹർജി വാദം പറഞ്ഞ ജഡ്ജി മേൽനോട്ടാധികാരിയല്ല. ഞാനീ പറയുന്ന കേട്ടാത്തൊന്നും ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല. സമയം നീട്ടി കൊടുക്കണോ കുറച്ചു കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ദേവസ്വം ബെഞ്ചാണ്. ഇന്ന് ജാമ്യത്തിന് ഉത്തരവ് പറഞ്ഞ ജഡ്ജി അല്ല. നാളെ SIT ജഡ്ജിയുടെ അടുത്തേക്ക് പോകുന്നില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, ഭ്രാന്തുള്ള ആളാ, സൂക്ഷിച്ചില്ല പറയട്ടെ. അതുകൊണ്ട് തന്നെ SITയെ ഇരുട്ടിൽ നിർത്തുന്ന ഒരു വിധിന്യായത്തിലൊരു ഭാഗം എഴുതി വെച്ചത് മര്യാദയല്ല എന്ന് മാത്രമല്ല, ഇത്തരം വിധിന്യായങ്ങൾ തിരുത്തപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഒരു കേസിന്റെ ഭാഗമായി സംശയത്തിൽ നിർത്തുന്ന ഒരു വർത്തമാനം പറഞ്ഞപ്പോ ഡിവിഷൻ ബെഞ്ച് തിരുത്തിയിട്ടുണ്ട്. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പുതിയ കാര്യങ്ങളല്ല, ഞങ്ങൾക്ക് ഇതെല്ലാം നന്നായിട്ട് അറിയാം. നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ശ്രീ അബിൻ വർക്കി പറഞ്ഞ പച്ച കള്ളമാണ്. ഇത് ജാമ്യഹർജി നാളെയും വേറെ ഇതേ ബെഞ്ചിൽ വരും. ഓരോ ജാമ്യഹർജിയിലും SIT ആക്രമിക്കാൻ പോയ പിന്നെ പ്രതികളോട് കൂടിയല്ലേ കോടതി. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് SITയെ വിശ്വസിച്ചുകൊണ്ടാണ് ജാമ്യം തള്ളിയത്. അതാദ്യം മനസ്സിലാക്കണം. അതാണ് നിയമം. ജയശ്രീക്ക് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ജയശ്രീ CPM നേതാവായതുകൊണ്ടാണോ? ജയശ്രീ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് സെക്രട്ടറിയാണ്, കോൺഗ്രസിന്റെ സംഘടനാ നേതാവാണ്. ഈ ജയിലിൽ കിടക്കുന്ന പലരും കോൺഗ്രസിന്റെ സംഘടനാ നേതാക്കന്മാരാണ്. ഇപ്പൊ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം, കുറച്ചു കഴിഞ്ഞാൽ ചങ്ങലക്കിടേണ്ടി വരും. CPMന്റെ നേതാക്കന്മാരെല്ലാം കോൺഗ്രസ് സംഘടനാ നേതാക്കന്മാരെ കൊണ്ട് ഈ സ്വർണം മുട്ടിച്ചെന്നാണോ കോൺഗ്രസ് പറയുന്നത്? അവരുടെ രാഷ്ട്രീയ ബന്ധം നോക്കുക. എന്താ നടന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. സഖാക്കള് സ്വർണം കട്ടപ്പ. അങ്ങനെയാണ് ഞാൻ മാധുവിന് അയച്ചു തന്നിട്ടുണ്ട് ഒരു കടലാസ്. എന്താണെന്നറിയാമോ? ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ ശബരിമല കയറ്റിയ പടം മാധുവിന് ഇട്ടു തന്നിട്ടുണ്ട്. അത് അബിൻ വർക്കിക്ക് കൊടുത്തു. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഹൈക്കോടതിക്ക് അന്നും കമ്മീഷന്മാരെ അവിടെ വെച്ചിട്ടുണ്ട്. അവരുടെ പങ്കൂടെ അന്വേഷിക്കണമെന്ന് ഞാൻ പലവട്ടം പറയുന്നുണ്ട്. അവിടെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും മാത്രമല്ലെന്നേ, ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷൻ അവിടെ ഉണ്ട് 2019. എന്താ ജയശ്രീ അറസ്റ്റ് ചെയ്യാത്തത്? ഞങ്ങളാണ് ഉത്തരം പറയേണ്ടത്. SITയുടെ അന്വേഷണത്തിന്റെ കീഴിൽ നിൽക്കുന്ന കാര്യം SIT അല്ലേ ഉത്തരം പറയേണ്ടത്. ആ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയിക്കാൻ ഈ ജഡ്ജിക്ക് അധികാരമുണ്ടോ? പ്രസംഗം എഴുതി പണിച്ചോണ്ടൊന്നും കാര്യമില്ല, ആന കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലെ. ഈ ജഡ്ജി ചോദിച്ച ചോദ്യത്തിന് SITയെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ ഇന്ന് ഈ വിധി പറഞ്ഞ ജഡ്ജിക്ക് അധികാരമുണ്ടോ? ഇല്ല. അധികാരം ആർക്കാ ഉള്ളത്? ഡിവിഷൻ ബെഞ്ചിനാണ്, അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ചിനാണ്. പ്രാഥമിക നിയമ മര്യാദയാണ്. അതാ ഞാൻ പറഞ്ഞത്. ഞാനൊരു ജഡ്ജിക്ക് വേണ്ടി പറയുന്നില്ല, ജഡ്ജിക്ക് എതിരായിട്ടും പറയുന്നില്ല. ഇവിടെ ഒരു ശരി വെച്ച ഒരു കോടതി, ഏതുകൊണ്ട് SIT അന്വേഷണം തൃപ്തികരമാണ്. എന്താണ് ഇതിന്റെ കാരണം? അതുകൊണ്ട് മനസ്സിലാക്കേണ്ട അല്പം വെളിവ് വേണം. എന്താ വെളിവ് വേണ്ടത്? ഈ സ്വർണം ഗോവർദ്ധന്റെ കടയിൽ നിന്ന് തന്ത്രി ഉദ്ഘാടനം ചെയ്ത കടയിൽ നിന്ന് പിടിച്ച സ്വർണവും ദ്വാരപാലക ശില്പത്തിലെ സ്വർണവും തമ്മിൽ കെമിക്കൽ എക്സാമിനേഷൻ നടത്തണം. രണ്ടും ഒരേ സാധനം കണ്ടുപിടിക്കണോ? ഇവര് പരിശോധനയ്ക്ക് പോയോ? പരിശോധനയ്ക്ക് പോയിട്ടേ സ്വർണമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഗോവർദ്ധനെ പിടിച്ചത് കേട്ടോ. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? അതുപോലെ തന്നെ മറ്റേ ഭണ്ഡാരിയെ പിടിച്ചത് കേട്ടോ. ആ ഭണ്ഡാരിയെ ഇവരൊക്കെ പിടിച്ചതിന് കാരണേ അന്വേഷണം ഫലപ്രദമായതുകൊണ്ടാണ്. അത് ഇവിടുത്തെ BD സതീശൻ പറയുന്നവരെ പിടിക്കണോ? കോൺഗ്രസ്സുകാർ പറയുന്നവരെ പിടിക്കണോ? ചെന്നിത്തല വെളിവില്ലാതെന്ന് പറയുന്നു. ഇത് വിദേശത്ത് കൊണ്ടുപോയി. ഏതാ വിദേശത്ത് കൊണ്ടുപോയത്? എന്നാ പിന്നെ തെളിവങ്ങ് കൊടുക്കും. എന്തിന്റെ അസുഖമാണ്? രാവിലെ ഗോതമ്പ് ദോശ കുത്തുന്നു. BJPയുടെ പ്രതിനിധി പറയുന്ന കാര്യം ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്താണ് അത്ഭുതപ്പെടുന്നത്? അദ്ദേഹം പറയുകയാണ് ഇത് കേന്ദ്ര അന്വേഷണം നടക്കും. ഇതിപ്പോ ഇത്ര മാത്രം അന്വേഷിക്കാൻ എന്തിരിക്കുന്നു? RSSന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഗതികേട് CPMനില്ല. ഞങ്ങൾ എത്ര ആക്ഷേപിച്ചാലും കള്ള എന്ന് വിളിച്ചാലും ഒരു കാര്യം നാട്ടിൽ പറയും,
ഈ മോഷണത്തിനകത്ത് പങ്കുള്ളത് പോറ്റി 1-ാം നമ്പർ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കും. ശരി ഞാൻ ഇടപെടുകയാണ്. ഞാൻ ചോദിച്ചെങ്കിലും അങ്ങ് രാഷ്ട്രീയ മറുപടികളിലേക്കാണ് പോയത്. ശരി, ആ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയവർ, സോണിയാഗാന്ധിയുടെ വീട്ടിൽ ആ പോറ്റിയെ കയറ്റിക്കൊണ്ടുപോയവർ. പറയൂ ഉത്തരം. അയ്യോ ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന് നിയമം അറിയില്ല എന്ന് ഞാൻ പറയില്ല. ഹൈക്കോടതിയെ പറ്റി ബേസിക് ധാരണ ഇല്ല എന്ന് ഞാൻ പറയില്ല. ദേവസ്വം ബെഞ്ച് പെർമനന്റ് ബെഞ്ചാണെന്നൊരു അഭിഭാഷകൻ അത് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ രമേശ് ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട കേസ് ആരാ കേട്ടത്? ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട കേസ് ആരാ കേട്ടത്? ഇതിന്റെ മേൽനോട്ട ബെഞ്ച് മാറിയിട്ടില്ല. കുറ്റസമ്മതം നടത്തി അല്ലേ? അനിൽ കെ നരേന്ദ്രൻ മാറിയിട്ടില്ല. അനിൽ സാറായിരുന്നു, മുരളീകൃഷ്ണ സാറുണ്ട്. ഞാൻ പറയാ എന്റെ പൊന്നശ്രീ കെ അനിൽകുമാർ, എന്റെ പൊന്നശ്രീ കെ അനിൽകുമാർ, ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞാൽ ആ മാറ്റർ അദ്ദേഹം അത് പറഞ്ഞു, അതിന് ക്ലാരിറ്റി വരുത്തി. ഈ കേസുമായി ബന്ധപ്പെട്ട മേൽനോട്ടം വഹിക്കുന്ന ബെഞ്ച് മാറിയിട്ടില്ല എന്ന് അദ്ദേഹം. അങ്ങനെയാണോ ദേവസ്വം ബെഞ്ച്? അദ്ദേഹം അത് ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ബെഞ്ചാണെന്നൊരു അഭിഭാഷകൻ പറഞ്ഞ ഇയാളുടെ വിവരത്തിന് ഞാൻ എന്തോരം വില കൽപ്പിക്കും. പെർമനന്റ് ബെഞ്ചാണോ? വിവരക്കേട് പറയാൻ കൊള്ളാവോ? ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞാൽ ദേവസ്വം മാറ്റർ ഒരു കോസ് ഓഫ് ലിസ്റ്റ് വരുമ്പോൾ ഹൈക്കോടതിയിൽ ആ ബെഞ്ചിൽ വരുന്ന കേസുകളാണ്. അത് പരിഗണിക്കാൻ വേണ്ടി വിവിധ ജഡ്ജിമാരുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല, പോയിട്ട് 2 കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും കേട്ടോ. അതിൽ ഒരു ജഡ്ജാണ് രാഘവൻ, ഒരു ജഡ്ജാണ് അനിൽ കെ നരേന്ദ്രൻ, ഒരു ജഡ്ജാണ് മുരളീകൃഷ്ണൻ, മറ്റൊരു ജഡ്ജാണ്. ഈ ശുദ്ധ വിവരക്കേട് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, അപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ എന്ന് പറഞ്ഞാൽ അതെന്താ? താങ്കൾക്ക് രമേശ് ചെന്നിത്തലയെ വിവരം കെട്ടവനെന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് അനിൽകുമാറിനെ വിവരം കെട്ടവനെന്ന് തന്നെ വിളിക്കാം. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയെ അങ്ങനെ പറയാമെങ്കിൽ താങ്കളെ ഞാനും പറയും. അത് അങ്ങനെ തന്നെ വെച്ചോളൂ. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, ആ രമേശ് ചെന്നിത്തല സാധനമായിട്ട് വാ, 500 കോടിയുടെ സാധനമായിട്ട് കേട്ടോ. 500 കോടിയുടെ കൈ വെച്ചാൽ മതി. ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ കൊണ്ടുവന്ന് 2 പേര് ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും പൂട്ടി പിടിച്ചേക്കുമല്ലേ? 2 പേര് ജയിലിലല്ലേ? പത്മകുമാറും ജയിലില്ല, വാസുവും ജയിലില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ബെയിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബെയിൽ കിട്ടാൻ വേണ്ടി സർക്കാർ അതിന്റെ ഏറ്റവും പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ? അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം കൃത്യമായ രീതിയിൽ വരാത്തത്. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാർ? ഇവര് പറയുന്നുണ്ടല്ലോ പോറ്റിയാണ് പ്രതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പത്മകുമാർ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സ്വർണവുമില്ല, ചെമ്പ് തകിടാണ് പറഞ്ഞതാണോ? അപ്പൊ ഈ പത്മകുമാർ കള്ളനല്ലേ? അതിന് തന്നാരും വിളിച്ചില്ല. ഇവന്മാരെ കേറ്റതോടുകൂടി ശബരിമല മുഴുവൻ സ്വർണ്ണം അടിച്ചു മാറ്റി. ഇതുപോലെ കള്ളന്മാരായ സഖാക്കന്മാർ ഇതിലൊന്നും ഒരു പങ്കുമില്ലാത്തവരാണ് ഞങ്ങളുടെ പാർട്ടിക്കാർ. ഞങ്ങളുടെ പാർട്ടിക്കാർ കട്ടാ, വ്യക്തിപരമായി ഞങ്ങളുടെ പാർട്ടിക്കാർ കട്ടാ. അതിന് ചർച്ചയ്ക്ക് ശരി. വാസുവും പത്മകുമാർ ഇപ്പൊ പാർട്ടിയിലുണ്ടോ ഇല്ലയോ? എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കോളാം. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.